അക്ഷത് മോൻ ചികിത്സാ സഹായ നിധിയിലേക്ക് കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് തുക കൈമാറി. അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ് അക്ഷത് മോൻ. കൊഴക്കുണ്ട് മുത്തപ്പൻ തറയ്ക്കു സമീപത്തെ 9 വയസ്സുകാരൻ അക്ഷത് മോൻ അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് മംഗലാപുരം ഫാദർ മുള്ളേഴ്സ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. കുട്ടിയുടെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയക്കുമായി 15 ലക്ഷത്തോളം രൂപ ചികിത്സാ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നിർധന കുടുംബാംഗമായ അക്ഷത് മോനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ചികിത്സാ നിധിയിലേക്ക് കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് നൽകുന്ന തുക കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷയും ചികിത്സാ കമ്മിറ്റി രക്ഷാധികാരിയുമായ KV സുജാത ടീച്ചറും കാഞ്ഞങ്ങാട് ടൗൺ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി. അക്ഷത് മോൻ ചികിത്സാ നിധിയിലേക്ക് അവരുടേതായിട്ടുള്ള ഒരു തുക സംഭാവന ചെയ്തിരിക്കുകയാണ്. ജന്മനാലുള്ള പ്രശ്നങ്ങളുമായി ജനിച്ചൊരു കുട്ടിയാണ് അക്ഷത് മോൻ. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് കുറേയധികം ശസ്ത്രക്രിയകൾ ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ മംഗലാപുരത്ത് ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. സ്വമനസ്സുകളുടെ സഹായത്തോടെയാണ് ആ ഒരു കുടുംബം, അച്ഛൻ മരണപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ കുടുംബം ഇങ്ങനെ സഹായത്തോടെയാണ് ഇപ്പോൾ ആ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ഒരു ടൗൺ ലയൺസ് ക്ലബിന് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ആ ചികിത്സാ സഹായ കമ്മിറ്റിയുടെ രക്ഷാധികാരി എന്ന നിലയിൽ. ഇത്തരത്തിൽ സുമനസ്സുകളുടെ സഹായം കൊണ്ട് ആ കുട്ടി പെട്ടെന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുക. കാഞ്ഞങ്ങാട് നഗരസഭ ഫ്രണ്ട് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ടൗൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് HK കൃഷ്ണമൂർത്തി, സെക്രട്ടറി K രത്നാകരൻ, ഗജാൻജി N തമ്പാൻ നായർ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ K ലത എന്നിവർ പങ്കെടുത്തു. ഈ അക്ഷത് മോൻ എന്നൊരു കുട്ടി ഭയങ്കര അസുഖമായിട്ട് അവർക്ക് വളരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു വിവരം അതിൻ്റെ ഒരു ആക്ഷൻ കമ്മിറ്റി ഇന്ന് നമ്മൾക്ക് കിട്ടുകയുണ്ടായി. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു ചെറിയ ധനസഹായം ആ കുട്ടിയുടെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരു ചെറിയ ധനസഹായം ചെയ്യാൻ വേണ്ടി നമ്മളൊരു കളക്ഷൻ നടത്തിയിട്ടുണ്ട്. ആ പണം ഇപ്പോൾ ബഹുമാനപ്പെട്ട ചെയർപേഴ്സനെ ഏൽപ്പിക്കാനും ചെയർപേഴ്സൻ്റെ അടുത്ത് അത് ദയവ് ചെയ്ത് അവരെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് കൈമാറാൻ വേണ്ടി നമ്മൾ വിനീതമായി അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.